ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ആസ് യു ഹാവ് ഓൾറെഡി സീൻ ഇൻ ദ തംബ്നൈൽ, നമ്മൾ എൻ്റെ വെഡ്ഡിങ് മേക്ക് ഓവർ റിക്രിയേറ്റ് ചെയ്യാണ്. സോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത, പനിയില്ല, തലവേദനയില്ല, ഉറക്കക്ഷീണമില്ല, വർക്കിൻ്റെ ക്ഷീണം കുറച്ചുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 8:47 ആണ്, 9 o'clock ആവാറായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ നേരെ ഉറങ്ങാൻ പോകും. ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞാൽ വേറെ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ടെൻഷൻ ഫ്രീ കൂടിയാണ്. സോ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു ഹൈഡ്രേറ്റിംഗ് റൈസ് വാട്ടർ ടോണറാണ്. ആക്ച്വലി ഇതൊരു നോർമൽ ബോട്ടിലായിരുന്നു വന്നത്. എനിക്ക് യൂസ് ചെയ്യാൻ എളുപ്പത്തിന് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയതായിരുന്നു. ഞാൻ കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്തു. ദെൻ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. ഞാൻ ഈ ഒരു എംബ്രിയോളിസിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു മോയ്സ്ചറൈസർ ആക്ച്വലി നോർമൽ ടു ഡ്രൈ സ്കിന്നിനാണ് ഏറ്റവും സ്യൂട്ടബിൾ കേട്ടോ. എനിക്കൊരു നോർമൽ ടു ഓയിലി ആണെന്ന് പറയാം, എന്നാലും ഇത് അപ്ലൈ ചെയ്താൽ ബേസ് നല്ല ഡ്യൂബി ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതന്നെ യൂസ് ചെയ്തത്. ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, ലെൻസ് ഇട്ടാലോ എന്നൊരു ഐഡിയ. അപ്പം ഞാൻ ലെൻസ് എടുക്കുകയാണ്. ഇത് ഓ ലെൻസ് ആണ് കേട്ടോ. ഇത് ഓ ലെൻസ് ആണ്. ഓ ലെൻസിൻ്റെ ജെനിത്ത് എന്ന് പറഞ്ഞൊരു ഇതിൽ നിന്ന് ഏതോ ഒരു ഗ്രേ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആക്ച്വലി ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് ഡേയ്സൊക്കെ ആയി, കുറേ ഡേയ്സ് ആയി, ആക്ച്വലി ഒരു 2 months ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഒന്നാമത് എനിക്ക് ലെൻസ് വെക്കണ വലിയ ഇഷ്ടമൊന്നുമില്ല, ഭംഗിയാണ്, പക്ഷെ എനിക്കൊരു അത്ര കംഫർട്ടബിൾ അല്ല. അപ്പം ഞാൻ എപ്പോഴൊന്നും വെക്കാറില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വെക്കാം, കാരണം വെഡ്ഡിങ്ങിന് അന്നേ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം വെക്കാന്ന്. മോയ്സ്ചറൈസറും ലിപ് ബാമും ഇട്ടു കേട്ടോ, ടോണറും ഇട്ടു. ഇപ്പോഴാണ് ഒരു ഓർമ്മ, ഹെയർ റേസ് ചെയ്താൽ മതിയായിരുന്നു. വേണ്ട, ടൈമില്ലെന്ന് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാൻ പോകാൻ. ഇന്നിപ്പോൾ വെഡ്ഡിങ് ഒന്നും അല്ലല്ലോ, അപ്പം ഞാൻ റേസ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് ഞാൻ ബ്രൈഡ്സിന് ഇങ്ങനെ ഡയറക്ഷൻ കൊടുക്കും, അപ്പം എങ്ങോട്ട് നോക്ക് എന്നിട്ട്. അപ്പം എനിക്ക് സ്വയം അതന്നെ വരിക. ഞാൻ എൻ്റെ കണ്ണിലിട്ടിട്ട് കുറേ കാലങ്ങളായി. ഇപ്പോൾ എനിക്കിവിടെ പാട്ടും കൊണ്ടിട്ട് എന്തോ ഒരു പോലെ. എൻ്റെ ഫോണിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് മ്യൂസിക് ഇടാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ലെൻസ് എപ്പോഴും ലെൻസ് സൊല്യൂഷനിലാണ് കേട്ടോ ഇട്ട് വെക്കേണ്ടത്. എൻ്റെത് ഒരു തവണ ഞാനതങ്ങനെ എടുക്കാൻ മറന്നുപോയി. പിന്നെ ആ ഒരു കേസിൽ വെച്ച് അതിങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയും അതിലേക്ക് ലെൻസ് സൊല്യൂഷൻ ഫില്ല് ചെയ്ത് അത് പിന്നെ നോക്കിയായി വന്നതാ. അതുകൊണ്ടാണോ ഈ ഡിസ്കംഫർട്ട് എന്ന് അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയാ, എന്തോ ഒരു ഇത് പറയല്ലോ, എന്താ അത്ഭുതകരമായി നല്ല വേറെന്തോ ഒരു വേർഡുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലെൻസ് വെച്ചിരിക്കുകയാണ്. നൗ മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്തു. ഈ ഒരു എംബ്രിയോളിസ് ആണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ ഐ മേക്കപ്പ് ആണ് കേട്ടോ. ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫേസിലേക്ക് വരുന്നുള്ളൂ. എൻ്റെ നേരെ ഇവിടെയാണ് കണ്ണാടി, ഞാൻ അങ്ങോട്ടേക്ക് ഇടക്കിടക്ക് നോക്കുന്നുണ്ടാവും. ഹോപ്പ് യു ഗൈസ് ആർ ഫൈൻ വിത്ത് ഇറ്റ്. എന്തൊക്കെയോ ആകെ ബ്ലാങ്ക് ആയി കിടക്കണം ഞാൻ. ആക്ച്വലി ലിറ്റിൽ ബിറ്റ് പാനിക്. കളർ കറക്ഷൻ ചെയ്യാം. കളർ കറക്ഷൻ ചെയ്യാൻ ഞാനിവിടെ ഒരു പാലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പാലറ്റ് ഏതാണെന്ന് അൺഫോർച്ചുനേറ്റ്ലി എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. സോറി ഗൈസ്, ബിക്കോസ് ഞാൻ ചില വീഡിയോസിലൊക്കെ പറയാറുണ്ടല്ലോ, കുട്ടികൾക്ക് ക്ലാസ്സസ് കൊടുക്കുന്നതുകൊണ്ട് ഐ തിങ്ക് അതൊരു ശരിയല്ലാന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സാധനങ്ങളൊന്നും ഞാൻ പറയില്ല. സോ ആദ്യം കണ്ണിൽ ഇപ്പം എംബ്രിയോളിസിൻ്റെ മോയ്സ്ചറൈസർ ഇട്ടതുകൊണ്ട് തന്നെ അഡീഷണൽ ഒരു പ്രൈമർ വേണമെന്നില്ല, നിർബന്ധമില്ല. സോ നേരെ നമ്മൾ കളർ കറക്ഷൻ ചെയ്യാണ്.
പിന്നെ ഞാൻ പുരികൊന്നും ത്രെഡ് ചെയ്തിട്ടില്ല. ആക്ച്വലി ത്രെഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ് ഒന്നും കഴിഞ്ഞിട്ട് അതിനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ നേരെ ഓർണമെന്റ്സ് ഒക്കെ എടുക്കാൻ പോയി. ഓർണമെന്റ്സ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഹെർഗ്ലോ ബ്രൈഡൽ റെന്റൽസ്. അവിടെ നിന്നാണ് ഞാൻ ഓർണമെന്റ്സ് ഒക്കെ എടുത്തത്. അപ്പോൾ അതും കൂടി പോയി വന്ന് പിന്നെ ഞാൻ നേരെ വീഡിയോ എടുക്കാനിരുന്നു. മറ്റേ കണ്ണിലും കൂടെ കൺസീലർ അപ്ലൈ ചെയ്യാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഇങ്ങോട്ട് അടുത്തുനിന്ന് കാണണം, അപ്പോഴാണ് എനിക്കൊരു സുഖമുള്ളൂ. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാണ് ക്വിക്ക്ലി. എന്നിട്ട് ഒരു ലൈറ്റർ ഷെയ്ഡ് കൺസീലറും കൂടെ എടുത്തിട്ട് നമ്മളുടെ ഈ ചറപറയായി കിടക്കുന്ന പുരികൊക്കെ ഒന്ന് നീറ്റാക്കിയാലോ. ശരിക്കും ഈ സ്റ്റെപ്പ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. നല്ല വൃത്തി വേണമെങ്കിൽ ത്രെഡ് തന്നെ വേണം. ഇപ്പോഴാണ് ശരിക്കും കാണാൻ തുടങ്ങിയത്. മിറർ കിട്ടി. ഇനി പൗഡർ സെറ്റ് ചെയ്യാണ്. ഇനി ഐഷാഡോ അപ്ലൈ ചെയ്യാം. ഐഷാഡോ searching for eyeshadow brush. Yeah. What the hell? എവിടെ ഐഷാഡോ ബ്രഷ്? എൻ്റെ ബ്രഷ് സെറ്റിലെ ബ്രഷാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഐഷാഡോ പാലറ്റോ. നൗ നമുക്ക് ഐഷാഡോ അപ്ലൈ ചെയ്യാം. ഹുദ ബ്യൂട്ടീൻ്റെ റോസ് ക്വാഡ്സ് എന്ന് പറഞ്ഞ പാലറ്റാണ് എടുക്കുന്നത്. ഇതിലെ ഈ ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഓറ എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഓറ ഇത് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, കുറച്ച് വേറെ സ്റ്റൈൽ പിടിക്കും. ബേസിൽ ഫസ്റ്റ് കൊടുക്കുകയാണ്. ബേസിലല്ല, ഈ ഒരു നമ്മളുടെ ലാഷ് ലൈനിനോട് ചേർത്തിട്ട് ഫസ്റ്റ് കൊടുക്കുകയാണ്. അവിടെ ഒന്നും കൂടെ ഇൻറ്റൻസ് ആക്കുകയാണ് കേട്ടോ. ഈ ഒരു മന്ത്ര എന്ന് പറഞ്ഞ ഷെയ്ഡും എടുക്കുന്നുണ്ട്. മന്ത്ര എടുത്തിട്ട് ഈ ലൈനിൽ ഒന്നും കൂടെ ലാഷ് ലൈനിൽ മന്ത്ര ലാഷ് ലൈനിലെ ഫസ്റ്റ് അവിടെ കുറച്ച് ഓറയും കൂടി കൂട്ടാം. കൊള്ളാം. സുന്ദരി ആവണം, പടക്കം മറക്കണം. ഓവർ ആക്ടിങ് ഒക്കെ കുറച്ച് പേരെങ്കിലും കമന്റ് ഇടണേ, ഇല്ലെങ്കിൽ എനിക്ക് സങ്കടാവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ബ്രഷ് മാറ്റാം. ഞാനിപ്പോൾ ബ്രഷ് ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യുക. ലൈറ്റർ ഷെയ്ഡ്. ഹൗ ഇസ് ഇറ്റ്? എനിക്കിഷ്ടമായി കേട്ടോ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ കണ്ണായിരിക്കും എളുപ്പം, ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്ക് ഈ കണ്ണായിരിക്കും എളുപ്പം.
റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ കണ്ണ് കുറച്ചൊരു കംഫർട്ട് കുറവായിരിക്കും ചെയ്യാൻ. ലവിങ് ഇറ്റ്. കൊള്ളാം മോളെ. ഈ ബേസ് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ, അതായത് ഈ താഴ്ഭാഗം ഉണ്ടല്ലോ, അത് ഇത്തിരിയും കൂടെ ഡാർക്ക് ആക്കാം. ഒരു ഷെയ്ഡർ ബ്രഷ് എടുത്തിട്ട്, ഷെയ്ഡർ ബ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഷെയ്ഡർ ബ്രഷ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡ് ചെയ്യാനുള്ള ബ്രഷ്. ഇടയ്ക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ പണ്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലുക്കുകൾ ഇങ്ങനെ ചെയ്ത് നോക്കുമായിരുന്നു. അതെൻ്റെ ഭയങ്കര ഒരു വലിയ ഹോബിയായിരുന്നു. ആക്ച്വലി ആ ഹോബിയാണ് എന്നെ ഈ പ്രൊഫഷനിലേക്ക് നയിച്ചത് എന്ന് പറയാം. പിന്നെ 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 മെല്ലെ 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 ബിസി ആവാൻ തുടങ്ങി. ഇപ്പോൾ ബിസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേലും ഒരു 2 പോകണമെങ്കിൽ വരെ ഷെഡ്യൂൾ ചെയ്യണം. ഈ പണി കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഇത്ര സമയം അതിന് അങ്ങനെയായി മാറി. അതുകൊണ്ട് എനിക്കിങ്ങനെ സെൽഫായിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാനൊന്നും ഇപ്പോൾ ടൈമില്ല കേട്ടോ. ശരിക്കും അതൊരു പോസിറ്റീവാണോ നെഗറ്റീവാണോ വെച്ച് കഴിഞ്ഞാൽ രണ്ടും ആണെന്ന് പറയേണ്ടി വരും. കുടിങ്ങല്ലേ അത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണില്ലേ? അപ്പം യെസ് എന്ന് കമൻറ്റ് ചെയ്യൂ. അത് കണ്ടില്ലേ? നല്ല അടിപൊളിയില്ലേ? അത് എനിക്ക് മാത്രം തോന്നണാണോ? എന്ത് ഭംഗി കാണാൻ. നൗ ഷിമ്മേഴ്സ്, മൈ ഫേവറേറ്റ് പാർട്ട്. ഷിമ്മേഴ്സ് അപ്ലൈ ചെയ്യാണ്. സോ ഇത് വേണോ? ഇത് വേണ്ട, അതിന് കുറച്ച് തിളക്കം കുറവാണ്. നല്ല തിളങ്ങി കാത്തി നിൽക്കട്ടെ. ഇത് കണ്ടോ? 2 ഷെയ്ഡ്സ് നിങ്ങൾക്ക് ക്യാമറ കാണുമ്പോൾ ചിലപ്പം മനസ്സിലാവില്ല. ഇത് മതി. ഈ എനർജൈസ്ഡ് എന്ന് പറഞ്ഞ ഷെയ്ഡ് കേട്ടോ. അത് കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നുള്ളൂ നമ്മൾ. ഓവറാവരുത്. മിനിമൽ. ഞാനൊരു സംഭവം തന്നെ. ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ നിർവൃതി അണയുക, അതിലൊരു പ്രത്യേക സുഖമുണ്ട്. ഇത് കാണുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാത്തവർക്ക് ഒരു തരത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. കൊള്ളാം. ഇനി ഐലൈനർ അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഓവർ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സോറി ഗൈസ്, എൻ്റെ ശരിക്കും സ്വഭാവം കുറച്ച് ഇങ്ങനെ ഓവറാണ്. ഐലൈനർ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ഇത് ഇംഗ്ലോട്ടിൻ്റെ ആണ്. ഇംഗ്ലോട്ടിൻ്റെ ഐലൈനറാണ് അപ്ലൈ ചെയ്യുന്നത്. യൂട്യൂബിൽ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ട്യൂട്ടോറിയൽ ചെയ്യുമോ, വെഡ്ഡിങ് മേക്ക് ഓവർ ചെയ്യുമോ എന്നൊക്കെ.
അപ്പം ഇത് നിങ്ങൾ അങ്ങനെ എടുത്തോളൂ. ഞാൻ ഈ ചെയ്യുന്ന ലുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഐലൈനർ ഇടണ്ടേ? ഇടാം. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് നന്നായി കണ്ണ് കാണില്ല. കണ്ണിന് എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് സംഭവം. എനിക്ക് കുറച്ച് കാഴ്ച കുറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാണാം, അടുത്ത് വെക്കുമ്പോൾ കാണാം. അപ്പം എന്തോ കണ്ണിന് പ്രശ്നമല്ലേ? ഉണ്ട്. அந்த நாள் அந்த நேரம் உன்னை பார்த்தேன் என் கண்ணா, இந்த பார்வை என்ன வேண்டும் എൻ കണ്ണാ. ഈ കൺപീലി എനിക്ക് കുറച്ച് കൺപീലി കൂടുതലുള്ളതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. കൊഞ്ചം പിച്ചൊക്കെ മാറി. കൊള്ളാല്ലേ? ഇനി ഇങ്ങോട്ടേക്ക് വളരെ വളരെ മൈൽഡായിട്ട്. മുന്നന്തി ചാരൽ നീ തേടൽ ഞാൻ മറിയറിയില്ല ഗൈസ്. തൊலை ദൂരത്തിൽ ഉപ്പു കസാലൻ നരാഗത്തോരൽ നീ തൊலை ദൂരത്തിൽ താനാ തന്നെ. നല്ല രസം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഈ കണ്ണിലാണ് അപ്ലൈ ചെയ്യുന്നത്. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മറ്റേ രസമല്ല കേട്ടോ, സാമ്പാർ രസം. ആ രസമല്ല, ഭംഗി എന്നുള്ളതിന് ഞങ്ങളൊക്കെ രസം എന്നിങ്ങനെ പറയും. നല്ല രസമുണ്ട് എന്നൊക്കെ പറയും. ആ രസമാണ് കേട്ടോ. അതാ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നാൽ മേക്കപ്പ് നന്നാവില്ല കേട്ടോ. അത് മറ്റൊരു വസ്തുവാണ്. നമ്മൾ മിണ്ടാണ്ടിരിക്കണം, അപ്പം പ്രാന്താവും ചെയ്യും. ആദ്യമായി നിന്റെ നാവിൽ തൂവയമ്പായി ഞാനും. ഐലൈനറൊക്കെ നമ്മൾ ബ്രേസ് സൈസായിട്ട് ഇങ്ങനെ നോക്കി നോക്കി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഞാനങ്ങനെയാണ് അപ്ലൈ ചെയ്യാറ്. എനിക്കതങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഹൗ ഇസ് ഇറ്റ്? നിങ്ങൾ പറ. കണ്ണിൻ്റെ അടിയിൽ, അതായത് ഈ എന്താ പറയുക, നമ്മളുടെ വാട്ടർ ലൈനിലും എഴുതണം എന്നുണ്ട് കേട്ടോ എനിക്കിന്ന്. കാരണം എനിക്ക് അറ്റ് ലാസ്റ്റ് എൻ്റെ കണ്ണിന് പെർഫെക്റ്റ് ആയിട്ട്, അതായത് എൻ്റെ കണ്ണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാജൽ കിട്ടി. മറ്റെല്ലാ കാജലും എനിക്ക് ഭയങ്കര വാട്ടറി ആവും എൻ്റെ കണ്ണ്. ആ കാജൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമോയെന്ന് അറിയില്ല. കാജൽ ഇപ്പിടണോ ലാസ്റ്റ് ഇടണോ? കളർ കറക്ഷനൊക്കെ ചെയ്തിട്ടിടാം അല്ലേ? ഐലാഷ് ഞാൻ വെക്കുന്നുണ്ടാവില്ല കേട്ടോ. ഐലാഷസ് കേൾ ചെയ്യാം. ഭയങ്കര പതുക്കെയല്ലേ സംസാരിക്കണേ. ഐലാഷ് കേൾ ചെയ്യാണ്. ഗബിൻ്റെ ഐലാഷ് കേളറാണ് യൂസ് ചെയ്യുന്നത്.
എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഐലാഷസ് ഉണ്ട്, കണ്ടോ ഉണ്ടോ? അപ്പം അതുകൊണ്ട് ഞാൻ ഐലാഷ് വെക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വിചാരിക്കണം. മനസ്സ് മാറുമെന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഐലാഷ് വെക്കും. പെർഫെക്റ്റ്. ഇനി ഐലാഷ് വെക്കണോ അതോ മസ്കാര ഒരു കുറച്ച് കൂട്ടിട്ടാൽ മതിയോ? മസ്കാര ഐലാഷ് വെക്കാം. കുറക്കണ്ട, എല്ലാം കിടക്കട്ടെ. ഐലാഷ് വെക്കണോ? ഫോൺ സ്റ്റോറേജ് ഫുള്ളാവുമെന്നോ? ഇനി ഐലാഷ് ഗ്ലൂ ഇതിൽ തേക്കണം. കണ്ണ് കാണുന്നില്ല എനിക്ക്. കണ്ണട വെക്കണം. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് കണ്ണട. നമുക്ക് ഈ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഡ്രൈനെസ് അനുഭവപ്പെടും. അതായത് കണ്ണിങ്ങനെ ഡ്രൈ ആയിട്ടൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ കണ്ണിന് അങ്ങനെ ഡ്രൈ ആവും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ആദ്യമേ നിങ്ങളൊരു ഐ ഡ്രോപ്സ് ഷോപ്പിൽ നിന്ന് വാങ്ങി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഡ്രൈ ആവുന്നുണ്ട് അല്ലെങ്കിൽ കണ്ണിന് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഐ ഡ്രോപ്സ് കുറച്ച് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിലീഫ് ഉണ്ടാവും കേട്ടോ. എൻ്റെ അടുത്തുണ്ട് ഐ ഡ്രോപ്സ്. എഗെയിൻ നമ്മൾ ഐലാഷ് ഗ്ലൂ തേക്കുന്നു ഇതിൽ. ഈ ലാഷൊക്കെ ഒറ്റയ്ക്ക് വെക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തിയിട്ട പരിപാടിയാണ്. ആരെങ്കിലും വെച്ചിരുണ്ടെങ്കിൽ സുഖ. കാലങ്ങളായി ഞാൻ ഒറ്റയ്ക്ക് ലാഷ് വെച്ചിട്ട്. ഓക്കെ ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ, കൊള്ളാം മോളെ, കൊള്ളാം. ഇനി ഐബ്രോസ് ആണ് ചെയ്യാനുള്ളത്. ഇപ്പൊ തന്നെ എന്തൊരു വ്യത്യാസം അല്ലേ. കണ്ണങ്ങടെ അടിപൊളി ആയാണ്ടല്ലോ, നിങ്ങളുടെ മേക്കപ്പിലുള്ള ഡൗട്ടിന്റെ 90% തീർന്നു. ഇനി ഐബ്രോ നമ്മളുടെ പണ്ടത്തെ താരം അത് തന്നെ. എൻ്റെ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എവിടെയെങ്കിലും ഒരു ഐ കാർഡ് കൊടുക്കാം കേട്ടോ. അത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ അത് ആദ്യം കാണണേ, എന്നിട്ട് ഈ വീഡിയോ കാണാം. അങ്ങനെയൊന്നുമില്ല, ഇത് കണ്ടിട്ട് കണ്ടാലും മതി. അപ്പോൾ നിങ്ങൾക്ക് എന്താ വ്യത്യാസം എന്നൊക്കെ മനസ്സിലാവും. സെയിം ബ്രൈഡ്, സെയിം ഔട്ട്ഫിറ്റ്, ഡിഫറെൻറ്റ് മേക്ക് ഓവർ. എന്നിട്ട് ഏതായിരുന്നു ഭംഗി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നല്ല രസമായിരിക്കും. മുന്നത്തേൽ നിങ്ങൾക്ക് എന്താ കൂടുതൽ ഇഷ്ടമായത്, ഇപ്രാവശ്യത്തേൽ എന്താ കൂടുതൽ ഇഷ്ടമായത് എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു ഭഗീരഥൻ പിള്ള എഫക്റ്റ് പാടില്ല എന്ന്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്രാവശ്യം, സെയിം ഒപ്പീനിയനാണ്. നമുക്ക് ഈ ലാഷസ് നമ്മളിതുവരെ വെക്കാത്തൊരു സാധനം, ഐ മീൻ എപ്പോഴും നമ്മളെ കണ്ണിൻ്റെ പുറത്തുള്ളതല്ലല്ലോ. ഈ എക്സ്ട്രാ ലാഷ് വെക്കുമ്പോൾ നമുക്ക് വിഷൻ കുറച്ചിങ്ങനെ ബ്ലർഡ് ആവും. കാരണം നമ്മൾ ഈ ഒരു ലാഷും കൂടി കൂട്ടിയിട്ടായിരിക്കും ഫ്രണ്ടിലത്തേക്ക് കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ടാവും. ഐലാഷ് വെക്കാതിരുന്ന് കഴിഞ്ഞാൽ കണ്ണിന് കുറച്ച് ഭംഗി കുറവായിരിക്കും. ഐലാഷ് വെക്കുന്നതാണ് നല്ലതൊക്കെ. പിന്നെ ബ്യൂട്ടി ഓവർ കംഫർട്ട് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ കംഫർട്ട് ഓവർ ബ്യൂട്ടി ആകുമ്പോൾ നമ്മൾ ഐലാഷൊക്കെ വെക്കാണ്ടിരിക്കാം. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ഒരു സെൻറ്റർ തൊട്ടാണ് ഞാൻ എപ്പോഴും തുടങ്ങാറ്. എന്നിട്ട് ഈ എൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഓവറാവാതെ വൃത്തിക്ക് നോക്കി ചെയ്യാം. ആദ്യം തന്നെ ഈ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയി അങ്ങോട്ട് പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, പിന്നെ തീർന്നു. ചിലർക്ക് നല്ല ബോക്സി ആയിട്ട്
അങ്ങനെ ഇഷ്ടമായിരിക്കും കേട്ടോ. അങ്ങനത്തെ കാര്യമല്ല പറയണേ. അവർക്ക് നല്ല കളറിൽ വേണ്ടി വരും, ദാറ്റ്സ് ഫൈൻ, അത് അപ് ടു ദം. എനിക്കെപ്പോഴും ഐബ്രോസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സുന ഇവിടെ ഇടും. അപ്പോഴാണ് കുറച്ച് നമുക്കൊരു അഹങ്കാര ലുക്ക് ഉണ്ടാവുള്ളൂ. സ്പൂളി വെച്ചിട്ട് കോംബ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആംഗിൾഡ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എഗെയിൻ സ്പൂളി വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ എന്തിനാ ഏതൊക്കെയാന്നൊക്കെ ഉള്ളതിനൊക്കെ കറക്റ്റ് എക്സ്പ്ലനേഷൻസ് ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഡയലോഗ് അടിച്ച് ഞാൻ മടുക്കും. മരണപ്പെടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓവറാ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ക്ലാസ്സിലേ പറയുള്ളൂ. ഇതിൽ ഞാൻ എല്ലാം കൂടി പറയില്ല. ഇവിടെ ഒരു കുരു വരുന്നുണ്ട് കേട്ടോ. അവിടെ തൊടുമ്പ വേദന ഉണ്ട് ചെറുതായിട്ട്. എൻ്റെ ഐബ്രോസ് ഓൾറെഡി രണ്ട് രീതിയിലാണ് കേട്ടോ. കുറച്ച് വ്യത്യാസമുണ്ട്. ഐ മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫേസ് ഞാൻ ചെറുതായിട്ടൊക്കെയാണ് ചെയ്യലുള്ളൂ. ബ്രൈഡൽ മേക്കപ്പ് ആണെങ്കിലും ഞാൻ ഓൾ ഓവർ ദ ഫേസ് ഇങ്ങനെ പൊട്ടി ആക്കി വെക്കുന്നില്ല. പേഴ്സണലി ഞാൻ അതിനോട് ഒട്ടും താല്പര്യപ്പെടാത്തൊരു ആളാണ്. നമ്മളുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി അൺഡ്രൈസ് ഞാനൊന്ന് ഈ ഒരു കോട്ടൺ പാഡിൽ കുറച്ച് മേക്കപ്പ് റിമൂവർ എടുത്തിട്ട് അൺഡ്രൈസ് ഒന്ന് വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കുകയാണ്. ഉണ്ടോ? നമുക്ക് ഇത്രയും ഒരു പ്രൊഡക്റ്റ് ഈ കണ്ണിൻ്റെ അടിയിലുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കുക. ഇനി ഇപ്പുറത്തെ കണ്ണിലും ഉണ്ടാവും, അതും ക്ലീൻ ആക്കണം. ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ഇന്ന് എപ്പോഴാ പഠിച്ചോനെ ഉറങ്ങിയിട്ട്. അത് മാത്രമല്ല നാളെ എണീറ്റിട്ട് ക്ലാസ്സും ഉണ്ട്. അതൊന്നും നമുക്ക് സീനില്ല. ഞാൻ ഇപ്പം ഇന്നലെയൊക്കെ ആണെങ്കിൽ 3 മണി ആയിട്ടുണ്ട് ഉറങ്ങിയപ്പോൾ. എന്നിട്ട് ഇന്ന് ഞാൻ എണീറ്റിട്ട് അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു. വിഷയമൊന്നുമില്ല. അതൊക്കെ ഒരു രസമല്ലേ? എപ്പോഴെങ്കിലും അല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത കൊല്ലാവണ്ടേ ആനിവേഴ്സറി മേക്കപ്പ് ചെയ്യണമെങ്കിൽ. സോ ഇത് കഴിഞ്ഞു. ഇവിടെ എന്താ അവസ്ഥ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ ഗൈസ്? നൗ വി ഹാവ് ടു ഡു അവർ ഫേസ് മേക്കപ്പ്. So first of all we have to apply some toner here and some moisturizer, and then we have to do color correction. So let's begin with toner. So I'm applying some toner here and here. Then I'm gonna apply some moisturizer where here. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ചൊരു ടൈം ഡിലേ കൊടുക്കണം, ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കണം നമ്മളുടെ ഈ ടോണർ ഒന്ന് ഫേസിലേക്ക് അബ്സോർബ് ആവാൻ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടൈം കൊടുക്കാൻ ടൈമില്ല. വേഗം ഉണങ്ങൂ. ഒരു 5-6 സെക്കൻഡ് മതി. ഫൈൻ. ഇനി ഇവിടെ കുറച്ച് മോയ്സ്ചറൈസർ. ഞാൻ എഗെയിൻ എംബ്രിയോളിസിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു പ്രൈമറായിട്ടും കൂടി ആക്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഫർദർ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമല്ല. ദിസ് ഈസ് എനഫ്. ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത്, എനിക്ക് കുറച്ച് ഓപ്പൺ പോഴ്സ് ഉണ്ട് ഇവിടെയൊക്കെ. അപ്പം ഓപ്പൺ പോഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് അത്രേ ഉള്ളൂ. കുറച്ച് ഓപ്പൺ പോഴ്സ് ഉള്ളൂ, കുറച്ചൊക്കെ വിസിബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്കങ്ങനെ ഓപ്പൺ പോഴ്സ് വലിയ പ്രശ്നമായിട്ട് ഇല്ല കേട്ടോ. പോഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് ഇതായി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നല്ലൊരു സ്മൂത്ത് ബേസ് കിട്ടും കേട്ടോ. പോഴ്സ് ഇല്ലാത്തടത്തും നമുക്ക് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇനി വി ഹാവ് ടു അപ്ലൈ കൺസീലർ ഓർ കളർ കറക്ഷൻ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ എഗെയിൻ ഞാൻ നമ്മളുടെ മാജിക് പാലറ്റ് എടുക്കുകയാണ്. And where is my concealer brush? Yeah, that's here. And കുറച്ച് കളർ കറക്റ്റ് ചെയ്യാണ്. ഈ കുരു ഞാൻ കുറച്ച് ബ്രൈറ്റൻഡ് അപ്പ് ആയിട്ട് ചെയ്യണം. എന്തുകൊണ്ട് ഗൈസ് എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. പെട്ടെന്ന് കാണിച്ചു സ്റ്റോറേജ് ഫുള്ളാണ്. കുറേ വീഡിയോസ് ഉണ്ട്, എന്ന് കാലം മുതലുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു എൻ്റെ ഫോണിൽ. ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്.
പക്ഷെ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് തീരണ്ടേ. കുറച്ചൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ, എന്നാലും കുറേ അപ്ലോഡ് ചെയ്യാനുണ്ട്. ആക്ച്വലി എനിക്ക് പണ്ടൊക്കെ ഒരു വാം ടോൺ ഉണ്ട് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അധികം മഞ്ഞപ്പില്ല കേട്ടോ. എസ്പെഷ്യലി കവളേരിയ ഒക്കെ ആണെങ്കിൽ മഞ്ഞപ്പ് അധികം ഇല്ല, വാംത്ത് കുറവാണ്. അപ്പോൾ ഈവൻ കല്യാണത്തിന് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും ഞാൻ കുറച്ചും കൂടെ കൂൾ അണ്ടർ ടോൺ ആയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. പണ്ടൊക്കെ കുറച്ചും കൂടെ വാമായിരുന്നു ഞാൻ. ഇപ്പോൾ ഒരു ന്യൂട്രൽ അണ്ടർ ടോൺ ആയി വരുന്നുണ്ട് കുറേയൊക്കെ, ഏറെക്കുറെ. കഴുത്തിലൊക്കെ കുരുവിൻ്റെ പാടുണ്ട് കേട്ടോ. പാടെല്ലാം കൺസീൽ ചെയ്യാണ്. ചില ഭാഗത്ത് ഈ പറഞ്ഞ പോലെ ടാൻ ഉണ്ട്, ചില ഭാഗത്ത് ടാൻ ഇല്ല. ഇതൊക്കെ ഭയങ്കര ഫെയർ ഷെയ്ഡായിപ്പോയി. നെറ്റിയിലാണ് പ്രത്യേകിച്ചും ടാൻ ഉള്ളത്, അതാണ് ഇഷ്യൂ. അപ്പോൾ നെറ്റിയിലൊന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ടാനൊക്കെ ഒഴിവാക്കണം ശരിക്കും. ഇപ്പം ഞാൻ ഫേസിൽ ഇവിടെയൊക്കെ യൂസ് ചെയ്ത ഷെയ്ഡില്ലേ, ആ സെയിം ഷെയ്ഡാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തത്. പക്ഷെ അവിടേക്ക് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അത് കണ്ടോ ഭയങ്കര വൈറ്റിഷ് ആയില്ലേ. ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ റെഡിയാവും. ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല കവറേജിലാണ് കൊടുക്കുന്നത്. 1-2 ഷെയ്ഡ്സ് മിക്സ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ആക്നെ സ്പോട്സ് എല്ലാം തന്നെ കവറപ്പ് ചെയ്യാണ്. ഒറ്റ കുരു പോലും ഇല്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാർ കാണുമ്പോൾ, കുരു എല്ലാം പോയില്ലേ, അവിടെയാണ് നമ്മളുടെ വിജയം. കുരുവൊക്കെ നമുക്ക് കുറക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ചോക്ലേറ്റ് തീറ്റയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കുരുവൊക്കെ ഈസിലി നമുക്ക് കുറക്കാവുന്ന ഒരു സീനില്ലാത്ത കാര്യമാണ്. പക്ഷേ ചോക്ലേറ്റ് തീറ്റ കുറക്കണം. ഭയങ്കര കവറേജുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടത്. ഈ പ്രൊഡക്റ്റ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. അത് പറഞ്ഞില്ലല്ലോ, നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബ്രൈഡൽ മേക്കപ്പ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുക. നമ്പറിൽ നേരെ വാട്സാപ്പ് ചെയ്യുക, മേക്കപ്പ് ക്ലാസ്സിനാണെന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരും. എന്നിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീ അടക്കുക, നെക്സ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഒരു ബാച്ച് ഫില്ലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ നെക്സ്റ്റ് ബാച്ചിലേക്ക് ആയിരിക്കും ജോയിൻ ചെയ്യിപ്പിക്കുക കേട്ടോ. അത് നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറയും. ഈ കഴുത്തിൽ ഇവിടെയും കൂടി ഉണ്ട് കുറച്ച്, അതും കൂടെ കൺസീൽ ചെയ്യുന്നു. മൗത്തിന് അറൗണ്ട് പിഗ്മെന്റേഷൻ ഉണ്ട്, അത് കവർ ചെയ്യണം. അതാണ് ഇപ്പം എൻ്റെ വലിയ പ്രശ്നം. കുരുവിനെക്കാട്ടിലും ഇടക്ക് ആണെന്ന് തോന്നുന്നു ഇവിടെ ഈ ഡാർക്ക് മൗത്തിന് അറൗണ്ട്. തടി കൂടിയാണ്ടാണോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം ആദ്യം എനിക്ക് ഈ പ്രശ്നമില്ലേനു, ഇപ്പോഴാ ഈ ഇടയ്ക്ക് കാണുന്നത്. തടി കൂടുന്നവർക്കൊക്കെ ഇങ്ങനത്തെ പ്രശ്നം ഞാൻ കാണാറുണ്ട്. സോ കൺക്ലൂഷൻ, തടി കൂടിയോണ്ടാവും മേ ബി ഇത് വന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? എനിക്ക് ആക്ച്വലി ബോറടിക്കുന്നുണ്ട്, ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട്. കല്യാണത്തിന് മേക്കപ്പ് ചെയ്ത സമയത്താണെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ എന്നെ നോക്കാൻ വരുന്നുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? അപ്പോൾ അവരിങ്ങനെ ഇടക്കിടക്ക് വരുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു ബോറടി ഇല്ലായിരുന്നു. പിന്നെ അന്ന് ഞാനാണല്ലോ താരം, കല്യാണം എൻ്റെ അല്ലേ. അപ്പം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര പ്രിൻസസ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ. അത് തരട്ടെ, ഇത് തരട്ടെ, ജ്യൂസ് തരട്ടെ എന്നുണ്ട്. വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ സെയിം പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് എനിക്ക് വീണ്ടും കിട്ടുകയാണ്. സ്പീഡിൽ ബ്ലെൻഡ് ചെയ്യാണ്, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു ബി സ്ലോ. കൈ വേനിക്കണം. ഇത് ഒന്നാമതേ ലെഹങ്കൻ്റെ ബ്ലൗസും സുഖമില്ല, കൈ വേദന ഉണ്ട് എനിക്ക് ആക്ച്വലി. ഇനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം. ഫൗണ്ടേഷൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ NC25 ആണ്. ഇതിപ്പോൾ എനിക്ക് ഏകദേശം മാച്ചാണ് കേട്ടോ. കുറച്ച് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് അത്യാവശ്യം ഈ ഷെയ്ഡ്
പക്ഷെ ഇപ്പം ഞാൻ പ്രോപ്പർ സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് അത്യാവശ്യം നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചൊന്ന് ഫേസിലെ ടാനൊക്കെ ഒന്ന് ഏറെക്കുറെ കുറഞ്ഞിട്ട് ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഷെയ്ഡ് ഇപ്പോൾ അത്യാവശ്യം ഓക്കെ ആണ്. വളരെ കുറഞ്ഞ എമൗണ്ട് മതി കേട്ടോ, വളരെ കുറച്ച് എമൗണ്ട് മതി. കാരണം നമ്മൾ പ്രോപ്പർലി കളർ കറക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയൊരു എമൗണ്ട് മതി. ഇതന്നെ എനിക്ക് ഡാർക്ക് ആവുമെന്ന് ഡൗട്ട് ഉണ്ട്. അതുണ്ടാവില്ല. ഇത് കുറച്ച് മാറ്റ് ആയിട്ടായിരിക്കും നിൽക്കുക. എനിക്ക് മാറ്റ് ആയിട്ടുള്ള ഒരിത് വേണ്ട, കുറച്ചൊന്ന് ഡ്യൂബി ആയിട്ട് വേണം. അപ്പം അതിനായിട്ട് നമ്മളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ നമ്മളുടെ മുന്നത്തെ ട്യൂട്ടോറിയലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അന്നത്തെ വെഡിങ്ങിൻ്റെ മേക്കപ്പ് ചെയ്തപ്പോൾ അത് ഇതുവരെ ലോഞ്ച് നമ്മൾ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ വേറെയും കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ പ്രൊഡക്ട്സും കൂടെ ഒരുമിച്ചാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഗ്ലോ ഡ്രോപ്സ്. ഇതിൻ്റെ ആക്ച്വൽ ബോട്ടിലല്ല, സാമ്പിൾ ബോട്ടിലാണ് കേട്ടോ. പ്രൊഡക്റ്റ് ആക്ച്വലി ലോഞ്ച് ആകുമ്പോഴാണ് എന്ത് ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഒറിജിനൽ പാക്കേജും കൂടി വരുള്ളൂ. അപ്പം അതിലേക്ക് ഒരു കുറച്ച് ഡ്രോപ്സ് ആഡ് ചെയ്യാണ്, ഗ്ലോ ഡ്രോപ്സ്. അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മച്ചി കാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് വേണ്ടേന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വെഡ്ഡിങ് മേക്കപ്പ് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കിപ്പോൾ കഴിക്കാൻ സമയമില്ലാന്ന്. ഫോർ യു ഗൈസ്. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വിശക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുറത്തു പോകും. അപ്പോൾ NC25 ആണ് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന മാക്കിൻ്റെ, ഞാൻ കാണിച്ചില്ലേ അത്, ഇതാ മാക്കിൻ്റെ NC25. എനിക്ക് തോന്നുന്നത് ഇത് അണ്ടർടോൺ ഒക്കെ ഡിഫറെൻ്റ് ആവാൻ സാധ്യത ഉണ്ട്. ആണ് 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 അയ്യോ, ഇതെനിക്ക് ഡാർക്കാണ് അല്ലേ. എനിക്കിപ്പോൾ ഇത്ര ഒന്നും ഡാർക്കും വേണ്ട. എനിക്ക് NC25 ഒക്കെ നിങ്ങൾക്ക് അറിയോ, എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു ഇത്. ഇപ്പം എനിക്ക് NC25 ഡാർക്കാണ്. അതായത് എൻ്റെ ഫേസ് അത്രയും ബ്രൈറ്റ് ആയി. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു അതിൻ്റെ ഇടയിൽ അലാം അടിച്ചു. അലാം എന്തിനായിരുന്നു? സ്കിൻ കെയർ. അതായത് ഞാനൊരു സംഭവം ചെയ്യലുണ്ട്, അത് ചെയ്യാനുള്ള അലാമാണ് ഇപ്പം അടിച്ചത് കേട്ടോ. അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നത്, അത്രയും അടിപൊളി ഒരു സ്കിൻ കെയർ ഞാൻ ഇപ്പം ചെയ്യുന്നുണ്ട്. NC25 വരെ എനിക്ക് എന്താണ് ഡാർക്കാണ്. ഞാനത് തുടച്ചൊഴിവാക്കി ഞാൻ കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് എടുക്കണം. ഇതൊക്കെ എനിക്കിപ്പോൾ അറിയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഷെയ്ഡ് എന്താണെന്ന് എനിക്ക് അറിയാത്തതൊന്നുമല്ല. ഞാനിപ്പോൾ വേറൊരു ഇബൻ്റെ ആണ് യൂസ് ചെയ്യല് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, ഇബ കോസ്മെറ്റിക്സിൻ്റെ ഒരു ഷെയ്ഡ്. പക്ഷേ എന്തിനാപ്പോൾ അതൊക്കെ ഞാൻ പറയണതല്ലേ, ഞാൻ വേറൊരു ഷെയ്ഡ് ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നൊരു ഫൗണ്ടേഷൻ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്താണ്. അയ്യോ 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 അയ്യോ, അത് എൻ്റെ സ്റ്റോർ റൂമാണ്. ഞങ്ങളുടെ അക്കാഡമിയിലെ സ്റ്റോർ റൂമാണ് കേട്ടോ അത്. ഞാൻ ഇവിടെ അക്കാഡമിയിൽ ഇരുന്നിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് മെസ്സാണ് കേട്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച മെസ്സാണ് കേട്ടോ. ദിസ് ഈസ് മൈ ഹാപ്പി പ്ലേസ്. ദിസ് പ്ലേസ് ഹാവ് മൈ ഹോൾ ഹാർട്ട്. യാ, സോ നൗ വി ഗോണ അപ്ലൈ എന്താണ് ഫൗണ്ടേഷൻ. ഇതാ ഷാർലറ്റ് ടിൽബറി ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് 5 ന്യൂട്രൽ. ഇത് ഞാൻ കുറേ കാലമായി ഇപ്പം ഞാൻ ഇതങ്ങനെ അധികം യൂസ് ചെയ്യലൊന്നുമില്ല. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കുറവാണ്. അപ്പം ഇത് ഞാൻ ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കട്ടെ. ഇത് ഫൈൻ, ഇതിപ്പോൾ ഓക്കെ ആണ് കേട്ടോ എനിക്ക് ഷെയ്ഡ്. പണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ടോഫിയും കൂടെ മിക്സ് ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതിപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, ഇത് ബ്ലെൻഡ് ചെയ്താൽ കണ്ടോ, ബ്ലെൻഡ് ചെയ്താൽ കുറച്ചും കൂടെ തിന്നാവൂലേ. അപ്പോൾ എൻ്റെ സ്കിൻ ടോണിനോട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ? ഓക്കെ അല്ലേ? യാ, ഇറ്റ്സ് ഫൈൻ. പിന്നെ കുറച്ച് ഓക്സിഡൈസ് ആവും ചെയ്യും. ഇത് ഷാർലറ്റ് ടിൽബറി കുറച്ച് ഓക്സിഡൈസ് ആവും ചെയ്യും. അപ്പോൾ ഈ ഒരു ടോണിപ്പം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. കുറച്ച് ഗ്ലോ ഡ്രോപ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു 4 ഡ്രോപ്സ്. പിന്നെ ഷാർലറ്റ് ടിൽബറി ഒരു ഫുൾ പമ്പ് എടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇതെനിക്ക് അതിൻ്റെ കവറേജ് കുറക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് തിന്നായിട്ട് മതി, അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ ഗ്ലോ ഡ്രോപ്സും കൂടെ അപ്ലൈ ചെയ്തത്. കാരണം ഷാർലറ്റ് ടിൽബറി ഈസ് എ മാറ്റ് ഫൗണ്ടേഷൻ.
ഇനി ഈ ഭാഗം ബ്ലെൻഡ് ചെയ്യാണ്. ഒരൊറ്റ പമ്പ് മതി എനിക്ക് ഓൾ ഓവർ ദ ഫേസിൽ ചെയ്യാൻ. നമ്മൾ അങ്ങനെ ഫുൾ കവറേജ് ഈ ഫൗണ്ടേഷൻ കൊണ്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കവറേജ് കുറവാകുമ്പോഴാണ് ആക്ച്വലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുക. ഫുൾ കവറേജ് ആകുമ്പോഴല്ല. നമ്മൾ പറയില്ലേ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ വേണം, പക്ഷെ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആകുമ്പോൾ കുറച്ച് പുട്ടി അടിച്ച പോലെ നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫുൾ കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ എൻ്റെ കവറേജ് കുറച്ചിട്ട് ചെയ്യുമ്പോഴാണ് അത് ആക്ച്വലി സ്കിന്നിലേക്ക് ആയിട്ട് നിൽക്കുക. കണ്ടോ നമ്മളുടെ ഗ്ലോ ഡ്രോപ്സിൻ്റെ ഗുണം. ഇത് ലോഞ്ച് ആയിട്ടില്ലെങ്കിലും ഇതിൻ്റെ സാമ്പിൾസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. വേർ ടു മെസ്സേജ് നമ്മളുടെ എൻ മേക്കോവേഴ്സിൻ്റെ നമ്പറിൽ കേട്ടോ. ആക്ച്വലി ഞാൻ ഹെയർ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വൃത്തി ഉണ്ടാവുമായിരുന്നു. ഞാൻ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ഫോളിയേഷൻ ചെയ്യുന്നുണ്ട്, കെമിക്കൽ എക്സ്ഫോളിയേഷൻ. അപ്പോൾ അത് ഞാൻ ഇന്നലെ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ട് റേസർ വെച്ചിട്ട് റേസ് ചെയ്യുന്നത് അത്ര നല്ല ബുദ്ധിയല്ല. അതുകൊണ്ടും കൂടിയാണ് റേസ് ചെയ്യാഞ്ഞത് കേട്ടോ. മാല അഴിച്ചു വെക്കാം. കൈ വേനക്കുണ്ട്. കഴുത്തും ചെയ്യണം. കഴുത്തിൽ കുറച്ച് ടാനുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇവിടെ ചെറിയ ഡിസ്കളറേഷൻ ഉണ്ട്. അതിനി തോന്നുകയാണോ എന്നറിയില്ല, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സാധാരണ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ കഴുത്തും ഒന്നും ചെയ്യലില്ല കേട്ടോ. ഫുൾ ഫേസിൽ ഫൗണ്ടേഷൻ തന്നെ ഇടലില്ല. ഇതിപ്പോൾ ഒരു ബ്രൈഡൽ മേക്കപ്പ് ആയതുകൊണ്ട് അങ്ങനെ ഫുൾ ഫേസ് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളൂ. ബ്രൈഡൽ മേക്കപ്പ് ആകുമ്പോൾ സാധാരണ ഇടാറുണ്ട് കേട്ടോ. ഞാൻ ഇന്നൊരു ഗ്ലാസ് സ്കിന്നായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇനി ബ്ലഷ്, കോണ്ടൂർ, ഹൈലൈറ്റർ ഇതെല്ലാം ഞാൻ ക്രീം ബ്ലഷ്, ക്രീം കോണ്ടൂർ ഇതെല്ലാം ചെയ്യുന്നത്. സോ നൗ വി ഗോണ അപ്ലൈ ബ്ലഷ്. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് റയർ ബ്യൂട്ടീൻ്റെ ബ്ലഷാണ്. കാണുന്നുണ്ടോ? 2 ഷെയ്ഡ് ഉണ്ട്. ഒരു ഓറഞ്ചും പിന്നൊരു പിങ്കും ഷെയ്ഡ്സ് ആണ്. ഷെയ്ഡ് നെയിം, ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൻ്റെ നെയിം വെർഷ്യൂ ആൻഡ് പിങ്കിൻ്റെ നെയിം വിസ്ഡം. അപ്പോൾ അത് രണ്ടും കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നമ്മളുടെ ഈ ഒരു മിക്സിംഗ് പാലറ്റിലേക്ക് കുറച്ച് അപ്ലൈ ചെയ്യാണ്, കുറച്ചിങ്ങനെ പ്രൊഡക്റ്റ് എടുക്കുകയാണ്. ഞാൻ ബ്ലഷൊക്കെ അത്യാവശ്യം അപ്ലൈ ചെയ്യും പ്രാവശ്യം. ഇപ്പം അതാണ് എൻ്റെ ഒരു മൂഡ്. ഇതിലേക്കും ഞാനൊന്ന് ഗ്ലോസി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലോ ഡ്രോപ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ടൈനി ഡ്രോപ്പ് മതി. അതൊന്ന് മിക്സ് ചെയ്യാണ്. ആൻഡ് നമ്മൾ ഇങ്ങനെ ഒരു ലിഫ്റ്റഡ് അപ്പിയറൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ അപ്ലൈ ചെയ്യുന്നു, ഇവിടെ ബ്ലെൻഡ് ചെയ്യുന്നു. ആക്ച്വലി ഒരുപാട് ഓപ്പൺ പോർസ് ഇല്ലാത്ത, ഒരുപാട് ആക്നെ ഇല്ലാത്ത ഫേസിലാണ് ഗ്ലാസ് സ്കിൻ ചെയ്യാൻ ഏറ്റവും ബെറ്റർ. പക്ഷേ എൻ്റെ ഫേസിൽ ഇപ്പോൾ കുറച്ച് ആക്നെ ഉണ്ട്, നിങ്ങൾ കണ്ടില്ലേ. അതൊക്കെ ഞാൻ പ്രോപ്പർലി അങ്ങോട്ട് കളർ കറക്ഷൻ ചെയ്തു. പിന്നെ ഫൗണ്ടേഷനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തു ഫ്ലോലെസ് ആയിട്ട്. അപ്പോൾ ഗ്ലാസ് സ്കിൻ നമുക്ക് അച്ചീവ് ചെയ്യാം ഏറെക്കുറെ, കുഴപ്പമൊന്നുമില്ല.
ഇനി കുറച്ചും കൂടെ ഞാൻ എടുത്തു, ബ്ലഷ് കുറച്ച് കുറവായിരുന്നു, ഇത്തിരിയും കൂടെ എടുത്തു. കുറച്ച് കൂടി പോയോ ബ്ലഷ്? ഇല്ലല്ലോ, അത്യാവശ്യം പിങ്കി പിങ്കി ആയിട്ട് കിടക്കട്ടെ. ഇനി കുറച്ച് ഫൗണ്ടേഷൻ അണ്ടർ ഐസിൽ ഇത്തിരിയും കൂടെ കവറേജ് കൊടുക്കുകയാണ്. ബ്ലഷ് ഇല്ലാത്ത ഭാഗം കൊണ്ട് ബ്ലെൻഡ് ചെയ്യാം. അണ്ടർ ഐസ് മാത്രം വളരെ പതുക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. ട്രാൻസ്ലൂസൻറ്റ് പൗഡർ എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പാക്റ്റ് എടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ഷാർലറ്റ് ടിൽബറിൻ്റെ എന്തൊക്കെയോ പ്രൊഡക്ട്സ് വാങ്ങിച്ചപ്പോൾ ഫ്രീബി ആയിട്ട് കിട്ടിയ ഒരു ഇതുണ്ട്, എന്താണ്, കോമ്പാക്റ്റ് ഉണ്ട്, കുഞ്ഞു കോമ്പാക്റ്റ്. അതെൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം അതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ക്യൂട്ട്. അത് കണ്ണിനടിയിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. ഇത് ഷെയ്ഡ് മീഡിയം. അണ്ടർ ഐസ് മാത്രം ഒന്ന് സെറ്റ് ചെയ്തു. ഇനി ലിക്വിഡ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യണം. മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മളുടെ ഒരു മാജിക് പ്രൊഡക്റ്റ്. അതും കൂടെ കുറച്ച് മിക്സ് ചെയ്യാണ് ഞാൻ. രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യാണ് കേട്ടോ. രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഈ ഹയർ പോയിന്റ്സിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. ഹെയർ പോയിന്റ്സിൽ അപ്ലൈ ചെയ്യുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു. ബ്ലെൻഡ് ചെയ്യുമ്പോൾ വളരെ പതുക്കെ മൈൽഡായിട്ട് മാത്രം ബ്ലെൻഡ് ചെയ്യും. മാജിക്കൽ ഗ്ലോ അങ്ങോട്ട് വരണം. അതാണ് ഗ്ലാസ് സ്കിൻ മേക്കപ്പിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നോസ് കോണ്ടറിങ് ഞാൻ ചെയ്യാറില്ല. നോസ് കോണ്ടറിങ് ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നോസിന് കുറച്ച് ബെൻഡാണ്. കുറച്ച് ബെൻഡ് ഉള്ളതുകൊണ്ട് അതിനെ എടുത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോണ്ടോറിങ് ഒഴിവാക്കും. കോണ്ടറിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഏറെ ഇങ്ങനെ ചെരിഞ്ഞ് സ്ലാഷ് ഇട്ട പോലെ ഉണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് മൊത്തം മനസ്സിലാവും എൻ്റെ നോസ് ചെരിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അതേപോലെ എനിക്ക് ആക്ച്വലി ചെരിഞ്ഞതായതുകൊണ്ട് തന്നെ എനിക്ക് ശ്വാസം എടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും ഒരു റൈനോപ്ലാസ്റ്റി ഞാൻ ചെയ്യും. നെറ്റിൻ്റെ സെൻറ്ററിൽ അപ്ലൈ ചെയ്യാണ് നമ്മളുടെ മാജിക്കൽ ഹൈലൈറ്റർ മിക്സ് ബ്ലെൻഡിങ്.
പിന്നെ ബ്രോബോൺസിൽ ഇപ്പോൾ വേണ്ട. ക്യൂപിക്സ് പോലും ഇത് വേണമെന്നില്ല. ഉണ്ടോ ഒരു ഗ്ലാസി ഗ്ലോ. ഇനി ഇങ്ങനെ ഗ്ലാസി ഗ്ലോ ചെയ്യുമ്പോൾ നെക്കിൽ നമുക്ക് ചെറുതായിട്ട് ഗ്ലോ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. സോ നമ്മൾ ഗ്ലോ ഡ്രോപ്സ് ഒരു 2 ഡ്രോപ്പ്, നമ്മളുടെ ഹൈലൈറ്റർ മിക്സ് ഒരു ഇത്തിരി, കുറച്ചും കൂടെ, നമ്മളുടെ രണ്ടാമത്തെ ലിക്വിഡ് ഹൈലൈറ്റർ ഒരു, ഇങ്ങനെ നമ്മളുടെ സീക്രട്ട് സോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ ലെയർ മതി ഓൾ ഓവർ ദ നെക്കിലും ബോഡിയിലൊക്കെ അതൊന്നും കൂടെ അപ്ലൈ ചെയ്യുക. അപ്പം ഇങ്ങനെ കിടന്ന് തിളങ്ങും. ഉണ്ടോ നെക്കും കൂടെ അങ്ങോട്ട് ഗ്ലോവി ആവുമ്പോഴാണ് ഒരു ഭംഗിയുള്ളൂ. അപ്പം അത് കഴിഞ്ഞു. ഇനി നമുക്ക് പൗഡർ സെറ്റിങ് ബാക്കിയുള്ള ഏരിയകളിലും കൂടി ചെയ്യണം. അതെവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സ്വെറ്റ് ആവണ ഭാഗങ്ങളിലാണ് സെറ്റ് ചെയ്യുന്നത്. ഈ നോസിൻ്റെ സൈഡ്സിൽ, ഈ ഭാഗത്ത് സ്മൈൽ ലൈൻസിൽ, അവിടെ ലൈൻസ് അധികം ക്രിയേറ്റ് ആവാതിരിക്കാൻ അവിടെ അടിയിൽ ഓൾറെഡി സെറ്റ് ചെയ്തതാണ്. വേണമെങ്കിൽ ഒന്നും കൂടെ സെറ്റ് ചെയ്യും. പിന്നെ അത്ര ഭാഗങ്ങളിൽ ഞാൻ സെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും അങ്ങനെ പ്രോബ്ലമാറ്റിക് ഏരിയ അല്ല. പിന്നെ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് നമ്മൾ ഒരുപാട് പൗഡർ വെച്ചിട്ട് ലോക്ക് ചെയ്യൂല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറബിൾ ആയിരിക്കും. ഇങ്ങനെ ഫേസിൽ ടച്ച് ചെയ്യാണ്ട് ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിക്കുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഫേസിലധികം ടച്ച് ചെയ്യരുത്, ഫിനിഷിങ് നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നൗ വി ഗോണ അപ്ലൈ അണ്ടർ ഐയിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്യണം. അതിന് നമ്മളുടെ സെയിം ഹുദ ബ്യൂട്ടി പാലറ്റ് എടുത്തു. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എടുത്തിട്ട് ഇന്നർ ഭാഗത്ത് ചെയ്യാണ്. ഈ ഇന്നർ കോർണറിൽ നിന്ന് തുടങ്ങുന്നതിന് ഒരു റീസൺ ഉണ്ട്, തുടങ്ങിയതിനൊരു റീസൺ ഉണ്ട്. സാധാരണ ഞാൻ ഔട്ടർ കോർണറിൽ നിന്നാണ് തുടങ്ങാറ്. അവിടെ എൻ്റെ ഐ ഷാഡോ ബ്രഷ് ഒന്ന് തട്ടി. അപ്പം ഞാൻ നമ്മളുടെ കൺസീലർ ബ്രഷ് എടുത്ത് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി. ഫൈൻ. ഗ്രാറ്റിറ്റ്യൂഡ് എടുത്ത് ഉള്ളിന്ന് തുടങ്ങി. ഇനി ഓറ എടുത്തിട്ട് മിഡില്, ഇനി മന്ത്ര എടുത്തിട്ട് ഔട്ടർ കോർണറിൽ. അതിനെ ഞാനൊന്ന് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എനിക്ക് ഡ്രമാറ്റിക് ലുക്ക് തന്നെയാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ചിലർക്ക് ഇത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ കുറച്ച് ലൈറ്റർ ഷെയ്ഡ് മാത്രം നോക്കിയിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. കണ്ണ് നല്ല ഭൂം എന്ന് പറഞ്ഞിട്ടിരിക്കണം. ഷോറായോ? ഒരു ലൈറ്റർ ഷെയ്ഡ്
ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ ബോട്ടം ഭാഗത്തും കൂടെ റേഡിയേറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡ് എടുത്തിട്ടുള്ളത്. മസ്കാര വേണം, മുകളിലും താഴെയും മസ്കാര വേണം. ഇത് ഇബ കോസ്മെറ്റിക്സിൻ്റെ മസ്കാരയാണ് കേട്ടോ. എനിക്ക് റീസെൻ്റ്ലി എനിക്കൊരു PR ബോക്സിൽ കിട്ടിയതാണ്, നല്ല ഇഷ്ടമായി. അപ്പോൾ പിന്നെ അത് യൂസ് ചെയ്യാം. ഇനി ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യണം. അതിന് മുന്നേ ഈ ലിപ്പിലുള്ള കൺസീലറൊക്കെ ഞാനൊന്ന് വൈപ്പ് ചെയ്യാണ്. ഇത് ഞാൻ ഡീപോട്ട് ചെയ്ത പാലറ്റാണ് കേട്ടോ. അതായത് ഇതിൽ ഒരുപാട് മാക്കിൻ്റെയും ഹുദ ബ്യൂട്ടീൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്, പിന്നെ ബോബി ബ്രൗൺ ഉണ്ട്, അങ്ങനെ കുറച്ച്. പിന്നെ അതുപോലെ തന്നെ അഫോർഡബിൾ ബ്രാൻഡ്സും ഉണ്ട്. മറ്റേ മനീഷ് മൽഹോത്ര ഉണ്ട്, മെയ്ബലീൻ്റെ 1-2 ഷെയ്ഡ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറച്ചെണ്ണം ഞാൻ മിക്സ് ചെയ്ത എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്സും ഉണ്ട് കേട്ടോ. അപ്പം അതിൽ നിന്നാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ലെഹങ്കയോട് മാച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ്. നമ്മൾ നല്ല ഡാർക്ക് ഷെയ്ഡ് ഇടുമ്പോൾ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റായി നിൽക്കും കേട്ടോ. അങ്ങനെ ബ്രൈറ്റായിട്ട് നിൽക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ് ഇടാം. നമുക്ക് ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ചേഞ്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് ലുക്ക് ആയിരിക്കും കിട്ടുക. ജനറലി ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഇടാറില്ല കേട്ടോ. ബ്രൗൺസ് ആണ് ഇടാറ്. ഇന്ന് ഞാൻ വിചാരിച്ചു റാണി പിങ്ക് ഇടാം. ഇന്ന് ബ്രൗൺ മാച്ച് ആവില്ല, ലെഹങ്കയും അയ്യൊക്കെ. റാണി പിങ്ക് ഷെയ്ഡിലായതുകൊണ്ട് ബ്രൗൺ ഇതിലേക്ക് ഓടായിരിക്കും. ഇനി ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ കറൻറ്റ് ഒബ്സെഷൻ പാക്കിൻ്റെ ഒരു ഷെയ്ഡാണ്. ഷെയ്ഡ് നെയിം വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, ഞാൻ ഇട്ടുതരാം. അത് ഞാൻ ഒരു ഔട്ടർ കോട്ടിംഗ് ആയിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. അതൊരു ന്യൂട്രൽ ഷെയ്ഡാണ് കുറച്ച്. അതായത് എൻ്റെ ഒരു ക്രീം ബേസിനെ ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു നല്ലൊരു ഫിനിഷാണ്, ഒരു വെൽവെറ്റ് ഫിനിഷാണ്. മെയിൻലി ഇന്നർ കോർണറിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് ഔട്ട്ലൈൻ ചെയ്താലോ, ചെറുതായിട്ട്.
ഇനി നമുക്ക് ഹെയർ ചെയ്യണം, ഓർണമെന്റ്സ് ഇടണം. ഇനി ഗൈസ് ഒരുപാട് ഓണം ലുക്കുകളൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ബ്ലൗസ് എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് വരുന്നോട് കൂടിയിട്ട് ഞാൻ ഡിഫറെൻറ്റ് ഓണം ലുക്കുകളൊക്കെ ചെയ്യും. ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് ചെയ്യാനായിട്ട്. കാരണം ഞാൻ മിക്കവാറും ഒരു ഇവൻറ്റിനും ഇങ്ങനെ ആ ഒരു ഇവൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മേക്കപ്പ് ലുക്കുകളൊന്നും ചെയ്യാറേ ഇല്ല കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു അതെല്ലാം ചെയ്യാന്ന്. ഹെയർ ഞാൻ ഒരു മിനിമലായിട്ടൊരു സംഭവമാണ് ചെയ്യുന്നത്. ബൺ ചെയ്താലോ? അങ്ങനെ എനിക്ക് തീരെ മാച്ചല്ല ബൺ ചെയ്യുന്നത്. മുടിയിലാണെങ്കിൽ നല്ലോണം ഓയിലും ഉണ്ട്. സെൻറ്റർ പാർട്ടീഷൻ വേണ്ട. സെറ്റിംഗ് സ്പ്രേ അടിക്കണം. അതിന് ഞാനൊരു ഗ്ലോ ഫിക്സറാണ് അടിക്കുന്നത്. നല്ല സാറ്റിൻ ഫിനിഷ്, നല്ല ഗ്ലോവി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ചില്ല് കൊട്ടാരം ക്രിയേറ്റ് ചെയ്തു നമ്മളങ്ങനെ. ഈ ഒരു മേക്കപ്പ് ഫിക്സർ നമുക്ക് 16 hours വരെ ലോങ് ലാസ്റ്റ് ചെയ്യും. ഒരു ഫാൻ വെച്ച് ഇങ്ങനെ കൊടുക്കണം. എൻ്റെ ഫാൻ എവിടെയോ ആണ്. പിന്നെ അതെനിക്ക് ലോങ് ലാസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ റിമൂവ് ചെയ്യും. വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ റിമൂവ് ചെയ്യും. സോ ഇനി നമുക്ക് ഓർണമെന്റ്സ് ഇടണം. എന്താ പറയുക, ജ്വല്ലറി സെറ്റ് ചെയ്യണം. ഓർണമെന്റ്സ് ഇടണം, ദുപ്പട്ട സെറ്റ് ചെയ്യണം. ഓർണമെന്റ്സ് എല്ലാം എടുത്തിട്ടുള്ളത് ഹെർഗ്ലോ റെന്റൽസ് എന്നാണ് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരെ ഞാൻ അവിടെ പോവും. ഇത് അടിപൊളി മാല അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് ഞാൻ ചെന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ അങ്ങോട്ട് ഒടക്കി നേരെ ഞാൻ അതും പാക്ക് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. എൻ്റെ ഈ നെക്ക് ലൈനും കൂടെ, നെക്ക് ഇങ്ങനെ ആയതുകൊണ്ട് അടിപൊളി ലുക്ക് കിട്ടോ. എനിക്ക് എൻ്റെ വെഡ്ഡിങ്ങിന് അന്ന് എടുത്ത മാലേനേക്കാളും ഇഷ്ടമായി ഇത്. ഇതല്ല അതിനേക്കാളും ഭംഗി. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. കുറച്ച് ഇറക്കിടണം, അപ്പോഴാ ഭംഗി. അങ്ങനെ മതി. ഇനി ഇയറിങ്സ് ഇടണം. ഹെയറിൽ ഞാൻ ആക്ച്വലി കുറച്ച് ഹെയർ സീറംസും ഗ്രോത്ത് ആക്റ്റീവ്സും എല്ലാം ഉണ്ട് എൻ്റെ തലയിൽ ഇപ്പോൾ. അതിൻ്റെ ആണ് കുറച്ച് വെറ്റായി നിൽക്കണത്. ഹെയർ സ്റ്റൈൽ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഇത് പ്ലാനിലുണ്ട്, ലൈക്ക് 2 സൈഡ്
സെൻറ്റർ പാർട്ടീഷൻ എടുക്കാം, അതിനൊരു പ്രത്യേക ഭംഗിയാണ്. സോ ഗൈസ്, എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്തു തരാൻ എൻ്റെ 2 സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ, സാന്ദ്ര ആൻഡ് സ്വർണ. ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് ഇവരുടെ ബാച്ച് ആക്ച്വലി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവരുടെ 8ാമത്തെ ദിവസമാണ് ഇപ്പൊ. നാളെ 9, മറ്റന്നാൾ 10. അപ്പോ ആക്ടിങ് ആണ് കേട്ടോ, അല്ലേ? അപ്പൊ അവര് ഇവിടെയാണ് നിൽക്കുന്നത്. ഇവള് കോട്ടയത്തു നിന്നും, സാന്ദ്ര ഫ്രം എറണാകുളം. അപ്പൊ ഞാൻ അവരോട് വിളിച്ചിട്ട് ചോദിച്ചു, സ്വർണ്ണ ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ല, എന്നാ ഒന്ന് ഹെയർ സ്റ്റൈൽ ചെയ്ത് തരുമെന്ന് ചോദിച്ചു വിളിച്ചതാണ് കേട്ടോ. അപ്പൊ അവരെനിക്ക് ചെയ്തരാന്ന് പറഞ്ഞു. എന്നാ എനിക്ക് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും അന്നത്തെ ഒരു സാധനം ചെയ്ത് തന്നാൽ മതി. സ്ട്രെയിറ്റ് ഒന്നും ചെയ്യണ്ട, ഇത് വെച്ചിട്ട് അല്ലെ ഇങ്ങനെ ചെയ്തെന്നാലും മതി. ഇങ്ങനെ ചെയ്താലും എന്നാല് ഓപ്പൺ ഹെയർ ആക്കി വെക്കണം. എന്നാ എനിക്ക് എക്സ്റ്റൻഷൻ വെച്ച് തരുമോ? എക്സ്റ്റൻഷൻ ഒരെണ്ണം വെച്ചെന്നാൽ മതി. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ബാക്കി ഹെയർ ഇങ്ങനെ ഇടും ചെയ്യാം. നല്ലത് എനിക്ക് അതാണ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ അതിടാം. എനിക്ക് ഇതൊന്ന് ഫിക്സ് ഇവിടെ ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് തരും. ബ്ലാക്ക് വിത്ത് ഗോൾഡൻ ഹൈലൈറ്റ്സ് ഉണ്ടാവും അതില്. ഓക്കെ. നമുക്ക് ലാസ്റ്റ് ഡേക്ക് ഒരു പ്രാക്ടീസ് ഇതായാലും മതി. ഇതിൽ കുറച്ച് ലെങ്ത് കുറവുണ്ടാവില്ലേ? ഇത് മതി. എന്നാല് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്കും കൂടി ഇട്ടോ. ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു ഇത് കോർത്തം, അങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരെണ്ണം കോർത്തേക്ക് അങ്ങനെ. ഈ ബ്ലൗസ് അന്നത്തെ ഇതാണോ? ഇതിപ്പോ ഞാനിരുന്ന് അല്ല പിന്നൊക്കെ കുത്തി ഞാൻ ഇത് ലൂസാണ്. ഇത് വേറെ റെന്റിന് 1-2 തവണ കൊണ്ടുപോയിരുന്നല്ലോ, ആരൊക്കെ കൊണ്ടായിരുന്നു. അപ്പോൾ അവര് കുറച്ച് ലൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് എന്റെ ഷേപ്പിലാക്കിയതാ. സ്വർണ്ണനെ കണ്ട് ശരിക്കും ഉറങ്ങായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? മനസ്സിൽ പ്രാകുന്നുണ്ടാവും. ഉറങ്ങാനും സമ്മതിക്കില്ല. അതെ, എനിക്കാണെങ്കിൽ ഒരു പനിക്കോളൊക്കെ തോന്നി, ഗുളിക കഴിച്ച്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ആവിയന്ത്രമാണോ? പനി കൂടിയത്. ആവി പിടിച്ചു കഴിഞ്ഞാൽ പനിക്ക് കുറവുണ്ടാവില്ലേ? എന്റെ ഹെയറിൽ കുറച്ച് ഹെയർ സീറം ഉണ്ടാവും ചിലപ്പോ. ഇതടിക്കണോ? ടെയിൽ കോംബ് ആ കോമ്പിന്റെ സെറ്റ് എടുക്കും. ഈ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാനുള്ള സമയം ഇപ്പൊ നമുക്കില്ല. ഞാൻ തീർത്ത് ഫോട്ടോസ് കുറച്ച് നേരം. ഞാൻ നോക്കട്ടെ നമുക്ക് എത്രത്തോളം പഠിക്കുന്നു. ഇത് വേണമെങ്കിൽ എടുത്തോട്ടോ. മറ്റേ എന്താണ്, അല്ല ഓയില് ഒഴിവാക്കാനുള്ള. ഇത് ഓയിലല്ല ആക്ച്വലി, ആ ഒരു ഹെയർ സീറം. ഞാൻ കുറച്ച് ഗ്രോത്ത് ഒക്കെ വരാനായിട്ട് ഗ്രോത്ത് ആക്റ്റീവ്സ് ഒക്കെ തേക്കുന്നുണ്ട്. അല്ല, എണ്ണ തേച്ചിട്ടില്ല. ഇതാണേ ഞാൻ ഒരു ഹെയർ ഗ്രോത്ത് ആക്റ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയാണ്. അതിലാവില്ലടി, ആ നമ്മളുടെ റെഡ് ട്രോളില്ലേ അതിലുണ്ടാവും. ആ അനോമലിന്റെ ഒരു ഡ്രൈ ഷാമ്പു ഞാൻ കാണിച്ചെന്നുണ്ടായില്ലേ, അതുണ്ടാവും. ആ സ്റ്റോറൂമത്തെ ലൈറ്റ് ഇട്ട് കൊടുത്തേ. കിട്ടിയോ? സ്റ്റോറൂമത്തെ ലൈറ്റ് ഇട്ടുണ്ടാവും. അതെ, കുളിക്കണോ? ഒന്ന് കുലുക്കിട്ട് ഇവിടെ വേണമെങ്കിൽ ഒന്ന് അടിച്ചേക്ക്. കുറച്ച് ഇങ്ങനെ ചെയ്താൽ മതിട്ടോ. കുറച്ച് വിട്ട് പിടിച്ചിട്ട് അടിച്ചോ.
ക്യാമറയുടെ ലെൻസിലേക്ക് ആവണ്ട. കുറച്ചും കൂടെ വേണേ അടിച്ചോ. മതി. വെള്ള പൗഡർ ആയിട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴാണ് വെഡിങ്ങിന് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 2 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫൈഡ് ആർട്ടിസ്റ്റുകളാണ്. കോട്ടയം സൈഡിലുള്ളവരൊക്കെ സ്വർണ്ണനെ വിളിക്കുക, എറണാകുളം സൈഡിലുള്ളവരെല്ലാം സാന്ദ്രനെ വിളിക്കുക. മതി മതി, അവിടെ മതി. അധികം ആക്കണ്ടല്ലോ. ആ ഒരു ഇത് നിക്കാൻ വേണ്ടി എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആക്കിക്കോ, കുഴപ്പമില്ല. മതി മതി, അറിയാം. പഠിച്ചു. എന്നാ ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു, എല്ലാം നന്നായിട്ട് പഠിച്ചില്ലേ? പഠിക്കാതെ ഇങ്ങോട്ട് വരണ്ട. ഞാൻ പറഞ്ഞ് പഠിച്ചിട്ട് കറവായിട്ട് പഠിച്ചിട്ട് വന്നോ, ഞങ്ങൾ നാളെ കൂടെ ഉള്ളൂ. ചെകയേ ഞങ്ങള് സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ കോഴിയാണ് ചെകയാറ്. എന്റെ തല കുറച്ച് ചെറുതായോണ്ട് മടക്കേണ്ടി വരും. അല്ല, ചേട്ടൻ എന്നാ പോണ് സാന്ദ്രയുടെ? ചേട്ടൻ വിസ വന്നു, പക്ഷെ കുറച്ചുകൂടി ഡിലേ ആകുമെന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ നിങ്ങക്ക് കുറച്ചാലും കൂടി ഒരുമിച്ച് നിൽക്കാമല്ലോ. എനിക്കൊരു 1 മാസം കൂടി എടുക്കാം. പോയ ഉടനെ നിന്നെയും കൂടി കൊണ്ടുപോകാൻ പറ. അതെ, പിരിഞ്ഞിരിക്കുന്ന അത്ര വലിയ സുഖമുള്ള പരിപാടിയല്ല. അല്ലല്ല, ഇപ്പൊ എല്ലാ ദിവസവും വിളിച്ചിട്ട്, ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. എല്ലാ ദിവസവും വിളിച്ചിട്ട് ഇപ്പൊ ചോദിക്കുക, എന്നാ വരുന്നേ എന്നാ വരുന്നേ. എല്ലാ ദിവസവും പറഞ്ഞു ഞാൻ മടുത്ത്. വരുമ്പോ വരാം. നമുക്ക് സ്പ്രേ കുറച്ച് അടിക്കാം. എടുത്ത് വെച്ചിട്ടില്ലല്ലോ. എനിക്ക് തീരെ ഉള്ളു കുറവായോണ്ട് ഇവിടെയൊക്കെ കാണും വേണ്ട. പക്ഷെ നമ്മള് ദുപ്പട്ടിടുന്നോണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞപ്പോ ഇത്ര കൂടി ഇല്ല. ആണോ? അതല്ല, ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ. ഓ അങ്ങനെ. ഓ, ഇവിടെയും കൂടി കുറച്ച് അടിക്കാൻ ഇങ്ങോട്ട്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കാം. എന്റെ കണ്ണിലാവണ്ട കേട്ടോ, അവിടെ നിന്ന് മാറിക്കും. ഈ സാധനമൊക്കെ മാമിന്റെ തന്നെയാണോ? ഇതൊക്കെ ഞാൻ റെന്റിന് എടുത്തു വിടുന്നതാ. എന്റെ ഫ്രണ്ടിന്റെ ഷോപ്പ് ഉണ്ട്, ഹെയർ ഗ്ലോ റെന്റൽസ്. അവിടെ നിന്ന് എടുത്തു വിടുന്ന. നല്ല ഭംഗിയില്ലേ? പക്ഷേ അതാ എന്റെ ഫ്രണ്ടിലെ ഹെയർ കൊണ്ടുപോയി. ഞങ്ങക്ക് മോഡലിന് റെഡി ആയിട്ടില്ല. റെഡി ആയിട്ടില്ലേ? ഇന്ന് പറഞ്ഞ മോഡൽ പറയാം, നാളെ അന്ന് ക്ലാസ് ഉണ്ട്, വരാൻ പറ്റില്ല. ആണോ? ഇങ്ങനെ അതാ എന്റെ ഫ്രണ്ടിലേക്കുള്ള ഹെയർ. അങ്ങനെ കുറെ ടീംസ് ഉണ്ട്. ചിലര് ഒന്നുകൂടി നോക്കട്ടെ. അതൊക്കെ എനിക്ക് ഫ്രണ്ടിലേക്ക് വേണം. അങ്ങനെ മതി. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും കൊടുത്താൽ മതി. ഇത്രയും മതി, ഇത്രയും മതി. സിമ്പിളായിട്ട് മതി. പിന്നെ നമ്മൾ ദുപ്പട്ടയും കൂടി ഇടുമ്പോ അധികം ഇവിടെ കാണൂലല്ലോ. അധികം നിക്കൂല. ക്രിമ്പ് ചെയ്താലേ ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനത്തെ ചില ഹെയർ സ്റ്റൈൽ, ഇപ്പൊ നമ്മൾ ഈ ഒരു ലൈൻസ് ഇട്ടാൽ അതൊക്കെ ഒന്ന് മര്യാദക്ക് നിക്കുക. ആ ഹോൾഡിംഗ് സ്പ്രേ ഇനി അടിച്ചേക്ക്. ഹോൾഡിംഗ് സ്പ്രേ അടിച്ചിട്ട് ഒന്നും കൂടെ അങ്ങനെ അങ്ങനെയാണ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ കുറച്ചും കൂടെ വന്നു.
ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരുവിധം ഹെയർ സ്റ്റൈലുകളൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, വോളിയം തോന്നിക്കുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ മുടിക്ക് നല്ല വോളിയം കുറവായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇതൊക്കെ ക്രിമ്പിംഗ് ഒക്കെ ചെയ്യണം. കുറച്ച് വിട്ട് പിടിച്ചിട്ട് അടിച്ചോ. ഇവിടെ 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 ആ വര എങ്ങനെ ഇട്ടു. ക്രിമ്പിങ് ഇല്ലാത്തതുകൊണ്ട് വല്ലാതെ നിൽക്കൂല. ഞാൻ സ്ലൈഡ് ഒത്തി ഫിക്സ് ചെയ്ത് തന്നാൽ മതി. സാന്ദ്രനെ കാണില്ലല്ലോ. മറ്റൊരു കാണുമ്പോ പറയാം മറ്റൊരു അവസരം തന്നില്ല. ഇന്നിപ്പോ പറഞ്ഞു പോയിട്ടുള്ളൂ മാം അങ്ങനെ നമുക്കൊരു വീഡിയോ ചെയ്താലോ, മാമിനെ ഞങ്ങള് മേക്കപ്പ് ചെയ്തതിന്റെ പോലെ. അവസരം ഞങ്ങൾക്ക് ഞാൻ ഈ ഹെയർ ഫ്രണ്ടിലേക്ക് ഇടാം. ഒരു സൈഡിലിട്ടാ മതി. മറ്റേ ദുപ്പട്ട ഒന്ന് കുത്താൻ എന്നെ ഹെൽപ്പ് ചെയ്യണം. ദുപ്പട്ട അതിന്റെ അകത്തേക്ക്, സ്റ്റോറൂമിന്റെ അകത്തേക്ക്. ആ പാവാടയും വേണം. പാവാട ഇടാതെ പിന്നെ അവളെ നമുക്ക് ഓർത്ത് കുറച്ചും കൂടി ഫ്രണ്ടിലിട്ടിരിക്കാം. അതൊന്ന് കുത്താൻ കഴിയുന്നില്ലേ? ഒറിജിനൽ ഫ്ലവേഴ്സിന് പകരം നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കുത്താൻ പോകും. പോലെ വേണ്ട, ചെമ്പരത്തി മതി. പക്ഷെ ഇത് ശരിക്കും റോസ് പോലെ ഹീൽസ് ഇടണോ? ഫുൾ ലെങ്ത് കാണോ? ഫുള്ള് കാണില്ല. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളുടെ എന്ത് ഫൈനൽ മേക്കപ്പ് ലുക്ക്. ഫൈനൽ മേക്കപ്പ് ലുക്ക്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യണേ. കമന്റിലോ നാളെ വരെ എണീറ്റിട്ടുണ്ട്. മറ്റുള്ളവരോട് അവന്റെ പ്രാന്തായിരുന്നല്ലേ. ഞങ്ങള് കമന്റ് ഇടാൻ നിങ്ങൾ വന്ന് കമന്റ് ഇടണേ. എന്തായിരുന്നു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു നൈറ്റ്. പറ്റില്ലടി. അപ്പഴും ഇവിടെ നിൽക്കൂലേ? ഇത് ഒരേ മതി. അപ്പൊ ഈ ഷോളോ? ഈ ഷോള് അല്ല, ഇങ്ങനെ ഇടണ്ടിയല്ലേ? ഈ ഭാഗം ഊരിയാ മതി. എന്നിട്ട് തലയിൽ കൂടി ഇട്ടിട്ട് നമ്മളുടെ എന്റെ ഫോണിൽ എടുത്താൽ മതി. അതായത് ഇത് ഇത് ഇതിലേക്കൂടെ ഇത്ര ഷോൾ എന്റെ ഗിംബല്ലോ
ഗൈസ്, നമ്മള് ഈ കുറച്ച് മാലകൾ ഇടാൻ മറന്നതായിരുന്നു. ഇതെല്ലാം നമ്മൾ ഹെയർ ഗ്ലോ ഒന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ പിന്നെ ഇടണല്ലോ. കഴുത്തിനൊന്നും നോ പ്രോബ്ലം. മാല കിട്ടൂലല്ലോ. മയിലുറങ്ങാത്ത വീട് അതൊക്കെ പണ്ട്. ആ മയിലല്ലേ, മതിയോ? ഇച്ചിരി കൂടെ കറിക്കോട്ടെ. ആടാ മതി. അത് തുറന്നോ. എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇവിടെയും ഇവിടെ പിന്നെ മേലെ കൂടെ കുത്തിക്കോ, കുഴപ്പമില്ല. കണ്ടോട്ടെ. ഇത് ഇവിടെ ഇവിടെ കുത്തിയാൽ മതി. അത് പറ്റുമോ? അങ്ങനെ കുത്താൻ പറ്റുമോ? അപ്പൊ 25 പവനായി വീട്ടിൽ നിന്ന് തന്നോളൂ. 25 നമ്മളെ വീതിയിലിട്ടു. ബാക്കി പേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഗോൾഡിലാണ് ചെയ്യിപ്പിച്ചത്. നാളെ പറഞ്ഞ് അതെ. ഇതൊന്നും ഇങ്ങനെ ഒതുക്കി. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇവിടത്തെ അധികം ഇങ്ങനെ ഇങ്ങോട്ട് കാണാത്ത രൂപത്തിലൊന്നും ഇങ്ങനെ ഒതുക്കിയാൽ മതി. അങ്ങനെ 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 ഇട്ടാൽ മതി. കുത്തം ഉണ്ടോ? നന്നാ കുത്തിക്കാം. അങ്ങനെ കുത്തിക്കാം. ബ്രൈഡ്സ്മെയ്ഡ്സ് രാത്രി പിടിച്ചിട്ട് അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ ബ്രൈഡ്സ്മെയ്ഡ്സും മേക്കപ്പ് ആർട്ടിസ്റ്റും. നമ്മളുടെ ഫൈനൽ ലുക്ക്. നമ്മൾ ഓർണമെന്റ്സും കൂടി സെറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്. മേക്കപ്പ് നല്ല ഇഷ്ടമായി. മേക്കോവേഴ്സ് അക്കാദമിന്ന് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ്. ഞങ്ങളുടെ മാമ ഞങ്ങളെ പഠിപ്പിച്ചതെല്ലാം ഞങ്ങള് होके मरा जिंद जान करा तेरी, होके मरा जिंद जान करा। मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे।